ഹലോ, വെൽക്കം ടു ജിയോജി സ്പോട്ട്ലൈറ്റ്. സെപ്റ്റംബറിലെ റെക്കോർഡ് ലെവലിൽ നിന്ന് 10% കറക്റ്റ് ചെയ്ത നിഫ്റ്റി ഇപ്പോൾ ഒരു കൺസോളിഡേഷൻ ഘട്ടത്തിലാണ്. നിഫ്റ്റി 1200 പോയിന്റിലധികം റിക്കവർ ചെയ്തു. ഈ റിക്കവറിയെ സഹായിച്ച പ്രധാന ഘടകം FII സ്ട്രാറ്റജിയിലുണ്ടായ മാറ്റമാണ്. ഒക്ടോബറിൽ FIIs വിറ്റത് 1,13,858 കോടി രൂപയുടെ ഓഹരികളാണ്. മാസീവ് FII സെല്ലിംഗ്. നവംബറിൽ തുക കുറഞ്ഞെങ്കിലും 39,315 കോടി രൂപയുടെ ഓഹരികളാണ് FIIs വിറ്റത്. എന്നാൽ ഡിസംബറിലെ ആദ്യ ദിനങ്ങളിൽ പ്രകടമാകുന്നത് FII സ്ട്രാറ്റജിയിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി തിരഞ്ഞെടുത്തതിനു ശേഷം സംഭവിച്ച ട്രംപ് ട്രേഡിൽ വലിയ തോതിലുള്ള പണമാണ് അമേരിക്കയിലേക്ക് നീങ്ങിയത്. ഈ ട്രംപ് ട്രേഡിനെ തുടർന്നുണ്ടായ ഡോളർ അപ്രീസിയേഷനും ഈ US ക്യാപിറ്റൽ ഫ്ലോസിനെ ഗണ്യമായി സഹായിച്ചിരുന്നു. എന്നാൽ ഈ ഘട്ടവും അവസാനിക്കുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ വിപണിയിൽ പ്രകടമാകുന്നത്. ഡിസംബറിൽ ഇന്നലെ വരെ FIIs ക്യാഷ് മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. നെറ്റ് ബൈ ഫിഗർ ഇസ് ₹12,657 crores. ദിസ് ഇസ് എ ഡിസ്റ്റിങ്ക്റ്റ് ചേഞ്ച് ഇൻ സ്ട്രാറ്റജി. FII സ്ട്രാറ്റജി മാറിയതിൻ്റെ ഇമ്പാക്റ്റ് മാർക്കറ്റ് റിക്കവറിയിൽ പ്രകടമാണ്. മാർക്കറ്റ് റിക്കവറിയെ ലീഡ് ചെയ്യുന്നത് പെർഫോമിംഗ് സെക്ടേഴ്സിലെ ഹൈ ക്വാളിറ്റി ലാർജ് ക്യാപ് സ്റ്റോക്സ് ആണ്. ഇങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ബാങ്കിങ്, IT, ക്യാപിറ്റൽ ഗുഡ്സ് എന്നീ മേഖലകൾ പെർഫോമിംഗ് സെക്ടേഴ്സാണ്. അതായത് ഗ്രോത്ത് സ്ലോ ഡൗൺ ബാധിച്ചിട്ടില്ല. FMCGയെ പോലെ, മെറ്റൽസിനെ പോലെ, ഓയിൽ ആൻഡ് ഗ്യാസിനെ പോലെ ഗ്രോത്ത് സ്ലോ ഡൗൺ ബാധിച്ചിട്ടില്ല. ഈ സെക്ടേഴ്സിലെ ലീഡിംഗ് സ്റ്റോക്സ് താഴേക്ക് പോയത് FII സെല്ലിംഗ് കൊണ്ടാണ്, അല്ലാതെ അവയുടെ ഫണ്ടമെൻ്റൽ വീക്ക്നെസ് കൊണ്ടല്ല. അതുകൊണ്ട് FII സെല്ലിംഗ് നിൽക്കുമ്പോൾ ഈ സ്റ്റോക്സ് തിരിച്ചു കയറും. ഇതായിരുന്നു ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ സാരം. HDFC ബാങ്ക്, ICICI ബാങ്ക്, ലാർസൻ ആൻഡ് ട്യൂബ്രോ എന്നീ ബ്ലൂ ചിപ്സ് പേരെടുത്ത് ആവർത്തിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? നിഫ്റ്റി സെപ്റ്റംബറിലെ റെക്കോർഡ് ഹൈയിൽ നിന്ന് ഏകദേശം 1,600 പോയിന്റ് താഴെ നിൽക്കുമ്പോൾ HDFC ബാങ്കും ICICI ബാങ്കും LNTയും സർവകാല റെക്കോർഡിലാണ്. ദീസ് സ്റ്റോക്സ് ഹാവ് ഹ്യൂജ്ലി ഔട്ട് പെർഫോംഡ് ദ മാർക്കറ്റ് ബൈ എ ബിഗ് മാർജിൻ. പുതുതായി വിപണിയിൽ വന്നിട്ടുള്ള നിക്ഷേപകർക്ക് ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൻ്റെ മികവ് മനസ്സിലാവണമെങ്കിൽ കുറച്ച് സമയമെടുക്കും. ഷോർട്ട് ടേം പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിലല്ല സ്റ്റോക്സിനെ വിലയിരുത്തേണ്ടത് എന്ന് നിരവധി തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഷോർട്ട് ടേം അണ്ടർ പെർഫോമൻസ് സ്വാഭാവികമാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ 1 year റിട്ടേൺസ് എടുക്കുക. കഴിഞ്ഞ ഒരു വർഷത്തിൽ നെഗറ്റീവ് റിട്ടേൺസ് നൽകിയിട്ടുള്ള ചില സ്റ്റോക്സ്, ഉദാഹരണത്തിന് HUL, നെസ്ലെ, ഏഷ്യൻ പെയിൻറ്റ്സ്, ബജാജ് ഫൈനാൻസ്, ടൈറ്റൻ, ഈ 5 സ്റ്റോക്സും ഇന്ത്യയിലെ 25 വർഷ കാലയളവ് എടുക്കുകയാണെങ്കിൽ മികച്ച വെൽത്ത് ക്രിയേറ്റേഴ്സാണ്. ടോപ്പ് 25 വെൽത്ത് ക്രിയേറ്റേഴ്സിൽ പെടുന്ന സ്റ്റോക്സാണ് ഞാൻ പറഞ്ഞ ഈ 5 സ്റ്റോക്സും. പക്ഷേ ഈ കഴിഞ്ഞൊരു വർഷത്തെ അണ്ടർ പെർഫോമൻസ് കാരണം ഈ ഓഹരികളെ ഒഴിവാക്കണം എന്ന് പറയുന്നത് നല്ല ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ആവില്ല. അതുകൊണ്ടാണ് ഈ പോയിന്റുകളൊക്കെ തന്നെ വീണ്ടും വീണ്ടും പറയുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച പ്രഖ്യാപിച്ച മോണിറ്ററി പോളിസിയിൽ അപ്രതീക്ഷിതമായി ഒന്നും ഉണ്ടായിരുന്നില്ല. റേറ്റ് കട്ടിനുള്ള സാധ്യത ഇല്ലെന്നും CRR കുറയ്ക്കാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നും പറഞ്ഞത് ഓർക്കുമല്ലോ. RBI ഗവർണറായി പുതുതായി ചാർജ് എടുക്കുന്ന സഞ്ജയ് മൽഹോത്ര പോളിസി മേഖലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള മികച്ച അനുഭവ സമ്പത്തുള്ള ഒരു ടെക്നോക്രാറ്റാണ്. പണപ്പെരുപ്പ നിരക്കിൽ കുറവുണ്ടാകുന്നവരെ മോണിറ്ററി പോളിസി കമ്മിറ്റി ഇപ്പോഴത്തെ പണനയം തുടരാനാണ് സാധ്യത. ഫെബ്രുവരിയിലെ മോണിറ്ററി പോളിസി മീറ്റിൽ പലിശ നിരക്ക് കുറയ്ക്കുന്ന തീരുമാനമുണ്ടാകാനാണ് ഇപ്പോഴത്തെ സാധ്യത. വരുന്ന വർഷം 2025 വലിയ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാവാനുള്ള സാഹചര്യമുണ്ട്. വലിയ അനിശ്ചിതത്വത്തിൻ്റെ വർഷമാവാനാണ് 2025 സാധ്യത. ട്രംപ് പ്രസിഡൻസി ലോക സമ്പദ് വ്യവസ്ഥയിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടാക്കും? കറൻസി വിപണികളെയും ബോണ്ട് വിപണികളെയും സ്റ്റോക്ക് മാർക്കറ്റിനെയും ട്രംപിൻ്റെ നയങ്ങൾ എങ്ങനെ ബാധിക്കും? നിക്ഷേപകരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി എന്തായിരിക്കണം? ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ടുള്ള വീഡിയോസ് പുതുവർഷത്തിന് മുമ്പ് തന്നെ പ്രതീക്ഷിക്കാം.